നമ്മുടെ വാളരി കണ്ട് നിൽക്കുക. എൻ്റെ വാളരി പിടിക്കുന്നുണ്ട്. നേരെ നട്ടത് ഒരു ചേനയുണ്ട്. ഇടാ എല്ലായിടും അമർന്നുപോയി. അന്നിങ്ങനെ ഒരു കയറെടുത്ത് കെട്ടുകയും ചെയ്തിട്ട് അപ്പോൾ തന്നെ മഴ വന്നില്ലേ. ഉണ്ടല്ലേ, ഇതാ നിറച്ചും പൂട്ടിട്ടുണ്ട്. ഇതാ ഉണ്ടല്ലേ, പൂക്കണ്ടില്ലേ, എൻ്റെ പൂക്കല ഇതാ അടെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് പിടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ കാടെല്ലാം കളഞ്ഞിട്ട് ഇതാ നല്ലതാണ്ട പോലെ ഉണ്ടത്. ഉണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് പിടിച്ചിട്ട്. ഉണ്ടായിടാതെ ഉണ്ടാ. ഇന്നലെ ഞാൻ കണ്ടത്. ഇത് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിറച്ച് പിടിച്ചിട്ടുണ്ട്. അന്നത് നേരെ ആക്കണമെങ്കിൽ ഇനി അന്നേരം സമയമില്ലല്ലോ, മഴ വന്നില്ലേ. നിറച്ചുണ്ട് പിടിച്ചിട്ട്. വേണ്ട ഒന്ന് വലുതായി, അത് നാളെ പറിച്ച് വറുക്കുക, തോരനാക്ക. അതിൻ്റെ മുകളിൽ നിറച്ചുണ്ട്. ഇതാ ഇതിൻ്റെ എല്ലാം മുകളിൽ പൂക്കളൊക്കെ പൂക്കുന്നുണ്ട്. എല്ലാവരും നേരോട്ട് കാണുന്നില്ല. ഇതാ കണ്ടില്ല, അതാ പൂക്കണ്ടുവാ. ഇതാ മേലോട്ട് പോയാൽ അങ്ങനെ പറിക്കലേറിയില്ല. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും പിടിച്ചിട്ട്. ഇതൊന്നും കാണുന്നില്ല, കാടായതുകൊണ്ട് ഉണ്ട്. അതല്ലേ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് കേട്ടാ. ഇതെല്ലാം വേറെ എന്തൊരു ഇതെല്ലാം കുറച്ചും കൂടെ ഇതായിട്ടാകുമ്പം വലിച്ച് കളയാൻ അന്നേരം കാണുമല്ല. നിറച്ചും പോവാന്നത് അവിടെയെല്ലാം വേണ്ടല്ലേ. അതാ ആവട്ട് ഇടയ്ക്ക് തോരൻ വെക്കാൻ കിട്ടിയാലായില്ലേ. ഏറ്റവും ആദ്യം വെച്ച ചേന കണ്ടില്ലേ, ഇതാ അഴുകാൻ തുടങ്ങിയതും ഇത് കണ്ടില്ലേ, ഒരു വാട്ടം വന്നു. ഇടില്ല, ഞാൻ വൃത്തിയാക്കി ഇപ്പം കുറച്ച് കണ്ട. ഓണമെല്ലാം എല്ലാം വൃത്തിയായി തന്നെ. അതിലെല്ലാം കുറച്ച് വൃത്തിയായല്ലോ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വൃത്തിയായതാ. കങ്ങിൻ്റെ മുരട്ടേക്ക് വലിച്ചിട്ടിട്ട് പുല്ലെല്ലാം നല്ല വളമായില്ലേ. ഉണ്ടല്ലേ, അതാ നമ്മളെ വലിയ മോൻ്റെ കുട്ടമ്മോൻ്റെ പിറന്നാളിന് വെച്ച കങ്ങത് അച്ചാറാണ്. എൻ്റെ ചായ മിക്സലുണ്ട്, എല്ലാം കാറ്റത്തൊടിഞ്ഞ് വീണ് എല്ലാം പോയി. ഒരു ചേനയുണ്ട് അവിടെ നല്ലത്. ഇപ്പുറത്തെ ഒരു ചേന അഴുകിപ്പോയി. അതാ അവിടെ ആടെയുണ്ടായിന്, നല്ല അഴുകിപ്പോയി. എല്ലാം ബാക്കിയെല്ലാം കളയണത്രേ. വലിയ കാടെല്ലാം കളയാ. നമ്മുടെ മഞ്ഞൾ ഉഷാറാവുന്നുണ്ട്. ഓട് വെച്ച ആക്കിയ മഞ്ഞൾ ഇപ്പത്തിൽ ഉഷാറാവുന്നുണ്ട്. റംബൂട്ടാനാണത്, റംബൂട്ടാൻ. പറങ്കിയല്ലത് എന്നും പറിക്കാൻ പാടുണ്ടത്രേ. കുറേ പറിച്ചു. നെല്ലിൻ്റെ മരട് നോക്കറ അങ്ങനെയോ പെട്ടുപോയതാണ്. ഇവിടെ നല്ല മരടുണ്ട്, നല്ലൊരു കൊലയുണ്ട് ഇവിടെ. അതാ ഒന്ന് ആടിയുണ്ട്. അതാ ഉണ്ടല്ലേ, ദർശമാൻ്റെ പിറന്നാളിന് നട്ടെ കവുങ്ങ് ഇപ്പം നട്ടത് 20-ന്, ആഗസ്റ്റ് 20-ന്. മാങ്ങാഞ്ചി ഉണ്ട്, എല്ലാം മുറിച്ചിടണേ. ഇനി ഇതിൻ്റെ ഇലയെല്ലാം മുറിച്ച് ഇനി മുരട്ടിട്ട വളമായില്ലേ. കൊലയാതെ ഇടിയുണ്ട് നല്ല കൊല. കാണിച്ച് ഞാൻ വന്നത് മുത്ത് ഒരു വിധം. മഞ്ഞളെല്ലാം പോക്കന്നുണ്ടല്ലേ. എന്നാൽ മരം അതിൻ്റെ ഇടയ്ക്ക് മരം മുറിച്ചിട്ടില്ലേ, ഒന്നും നോക്കാനായതേ ഇല്ല. ചേമ്പിട്ട് കുറച്ച് താള് ഇതിലെല്ലാം കുറച്ചുണ്ട്. പൂയാന്നതാണ്ട് തനിയെ മുളച്ചാന്നല്ല, ഇങ്ങനെ മുളക്കലിടാം. ഇതിനാണ് പന്നി വരല്, മുള്ളം പന്നി. ഇതെല്ലാം വെച്ച് കൊണ്ടുപോകും. നമ്മൾ കിളക്കും ചെയ്യില്ല. ഒന്നുണങ്ങി അതിൻ്റെ ഒന്നും കാണുകയില്ലല്ലോ ഇടയാൻ മരടുന്ന്. ഇതുണ്ടായിരുന്നു ചേമ്പ്. ഇത് നട്ടതാണ് ചേമ്പ്. മഞ്ഞൾ കഴിഞ്ഞ് പോയിട്ട് ആ ചാലിൽ ഇത് നട്ടതാണ്. അല്ല ഞാൻ കാട് കുറേ പൂവേരയിലെല്ലാം അരിഞ്ഞിട്ടിന്, മണ്ണൊന്നും കൊടുത്തിട്ടേ. കണ്ടത് നമ്മൾ കുഴപ്പം തന്നെ കാണുന്നുണ്ടോ. പൊട്ടൻ തെയ്യത്തിൻ്റെ അറ ഇതാ നമ്മുടെ കിഴക്കേ വീട്. മതിൽ ഇതാണ് മതിൽ. കണ്ടത് ഇതാണ് മതിൽ. ഇതിൻ്റെ അപ്പുറമെല്ലാം അവരുതാണ്ട കണ്ടും കണ്ടില്ലേ. അതാ അപ്പുറത്തെ വീടെല്ലാം നല്ലൊരു നായ്ക്കുട്ടി വള്ളി ഇവിടെ ഇരുന്നുണ്ട്. കണ്ട നായ്ക്കുട്ടി വള്ളിയാണ്. ചൊറിയുന്ന കായിൽ എല്ലാം കത്തിയെടുത്ത് വന്നിട്ട് അരിഞ്ഞ് കളയണം. ഇവിടെയാണ് ഞാൻ ആദ്യം ഒരു കുണ്ടിയങ്ങ് നട്ടിട്ടില്ലേ, വീഡിയോ കാണിച്ചു. ഞാൻ എല്ലാം കളഞ്ഞ് മരം മുറിച്ചിട്ടിട്ട് ഉണ്ടല്ലേ. ഈ മരമെല്ലാം മുറിച്ചതല്ലേ ഇടുന്നു, എല്ലാം കളഞ്ഞു. മരം അത് ഉണ്ടാവുക കൊണ്ടുപോയിട്ടില്ല, എല്ലാം തേച്ചൊന്നും കൊണ്ടല്ലേ. വളപ്പൊന്നും വൃത്തിയാക്കണമെങ്കിലാവില്ല. അങ്ങനെ കൂവേന്നുണ്ടല്ലേ. ഒരു കുഞ്ഞി കൊല ഇടിയുണ്ട്. നമ്മുടെ കോയക്കപ്പുളിയുടെ
ഇവിടെയെല്ലാം കൂവ തന്നെ ഇതാ ഒട്ടുപ്ലാവതാട ഉണ്ടല്ലേ. തൈ ഉണ്ടോ? ഇതായത് ഇല ഉണ്ടോ? ഇതാണ് കുറുക്കൂട്ടി എന്ന് പറയില്ല നമ്മൾ ഈ അപ്പം അവർക്ക് ചക്കപ്പലാക്കുന്നത് ഇതിൻ്റെ ഇലയിൽ, ഈ ഇലയിലാണ് നമ്മൾ ചക്കപ്പലാക്കൽ. ഇവിടെ പറയും അതിനെ കുറുക്കൂട്ടിന്നാണ്. പലയിടത്തും പല ഇതിപ്പോൾ എല്ലാം നശിച്ചു. ഇതേ ആളെ എടുക്കൂലൂ. ഇത് മരത്തിന് പൈസ കിട്ടും. ഇപ്പം ഒന്നുമില്ല. എല്ലാം മുരിക്കിനും ഇതിനെല്ലാം പൈസയാണ്. മുരിക്ക് നശിച്ചു, എല്ലാം രോഗം വന്നിട്ട്. ഇത് വലിയ മരമായാലും ഇതിന് നല്ല പൈസ കിട്ടും. കാവേരി വാഴ 2 മാസം കറി വെക്കാനുണ്ട്. ഇല്ലേ എന്ന് താള് വെച്ചുകൊണ്ട് എല്ലാം വൃത്തിയായില്ലേ. മറ്റേ കടലുണ്ടത്രേ, എന്നാൽ താളെല്ലാം ഇവിടെ അടിഞ്ഞു പോയത്. വെൽപ്പിന് വന്നിട്ടില്ലേ. എന്താ 2 ദിവസം വന്നാലും വൃത്തിയാക്കിന്. ഇപ്പോൾ മഴ ആദ്യം വന്നു. ഇതെല്ലാം മാങ്ങയിഞ്ചിയെല്ലാം അരിഞ്ഞിട്ട് എടുക്കണം അല്ലേ. ഇടിയുണ്ട്, ചെറിയ വല ഇടിയുണ്ട്. ചെറിയ വല ഇടിയുണ്ട്. സോദരിയാണെന്നല്ല, അത്ര വേണ്ട, എന്നാലും നല്ലതല്ലേ. എന്നാ ചെറിയ വല തേങ്ങ വീണാലും കൂടെ എടുക്കാൻ വരാം. കല്ല് ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഇടലും ഉണ്ടെന്നൊന്നും വീണിട്ട് ഞാനതിൻ്റെ ഇടയ്ക്കെല്ലാം പോയാൽ വീണും പോവും. മണിപ്ലാന്റ് കണ്ടില്ലേ, മാവെല്ലാം നശിപ്പിച്ചില്ലേ. മാവിൻ്റെ കൊമ്പെല്ലാം പോയി. കണ്ടില്ലേ, മാവിനെ മൂടിയിട്ട് തഴച്ച് വരെയാണ് ഇങ്ങനെ. ഇതിൻ്റെ ഞെല്ലുന്നുണ്ട്, എല്ലാം താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് തീർക്കാറ്. കുറേ അരിഞ്ഞ് കളഞ്ഞു ഞാൻ. ഞെല്ലുന്നുണ്ടോ അത്? മഞ്ഞളെല്ലാം ഇതെല്ലാം മണിപ്ലാന്റ് കണ്ട താലേക്ക് വന്നിട്ട് 2 തരം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഇത് കുറേ ശല്യമായി ഇപ്പോൾ. ഇത് താഴോട്ട് വന്നാലെല്ലാം ഇവിടെ മണ്ണിലേക്ക് കയറുക. കുറേ ഞാൻ വെളിച്ചങ്ങൾ അവിടെ കൊണ്ടിട്ടിട്ട് ഇട്ടെടുക്കുന്നത് തേക്ക് ഉണങ്ങി പോവില്ല. വട്ടപ്പന ഇതിനെ കൊണ്ടെല്ലാം ഞാൻ പറയല്ലേ, പൂക്കളൊരുക്കലും മുമ്പേ കോട്ടാളം കൊട്ടിയിട്ട് വേണ്ട. കോട്ടാളം കൊട്ടിയിട്ട് ഞാൻ പൂ വിരിഞ്ഞത് കണ്ടോ, വട്ടപ്പലം, വെള്ളപ്പൂ, ചുവന്ന പൂ അവിടെ കുറേ ഉണ്ട്. കണ്ടില്ലേ, ഹനുമാൻഗിരിയുടെ അങ്ങോളം ഉണ്ട്. പറിക്കാൻ പോകാനാവില്ല അങ്ങോട്ട്. ഇടിയുണ്ട്, വേണ്ട, അവിടെ എല്ലാം ഉണ്ട് വട്ടപ്പല. ഇത് പറിക്കാനാ വേണ്ട, ഇങ്ങനെ കോട്ടാളാക്കിയിട്ട് പോരണ്ടല്ലേ. കുഞ്ഞുങ്ങളെല്ലാവരും പോകും. ഇത് കോട്ടാളമാക്കിയിട്ട് ഇതിൻ്റെ തന്നെ ഇല കൊണ്ട് പറിച്ചിട്ട് ഈ വട്ടപ്പലത്തിൻ്റെ ഇല കൊണ്ട് തന്നെ പറിച്ച് ഇറുക്കലും എടുത്തിട്ട് കോട്ടാളാക്കും. അതിൽ ഞാൻ പറിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇത്ര ഇട്ടിട്ടുണ്ട് അല്ലേ. അങ്ങോട്ടെല്ലാം ഉണ്ട്. കാട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ കഴിയില്ല. വളവരെ പൂ കണ്ടോ. പണ്ടത്തെ കുഞ്ഞാലെല്ലാം ഒരു കുഞ്ഞളും ഉണ്ടാവില്ല. ഭയങ്കര നമ്മളെ എല്ലാവരും കൂട്ടുകാരെല്ലാം ഒത്ത് പൂ പറിക്കാൻ കണ്ടത്തിൽ പോയി. നെല്ലിൻ്റെ ഇടക്കെല്ലാം നൂണ് കാക്കാപ്പൂ പറിക്കാനും തുമ്പപ്പൂ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലത്തെല്ലാം തുമ്പപ്പൂ ഉണ്ടാവും. അതെല്ലാം പറിക്കും. കൂട്ടായിട്ട് പറിച്ച് കൊണ്ടുപോയി രാവിലെ അത് ഇടേണ്ട ഒരു ആഘോഷമാണ്. എന്തൊരു സന്തോഷം എല്ലാവർക്കും ഉറങ്ങിയെണീക്കാനും എല്ലാം പൂക്കളൊരുക്കാനെല്ലാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും വേണം. നമ്മളെ കോട്ടാളം ചെറിയ ചെറിയ പൂവെല്ലാം ഇങ്ങനത്തെ ഇരിക്കും. വലിയ പൂവെല്ലാം ഇങ്ങനെ കുരിയാന്ന് പറയും, പൂക്കുരിയ. അത് ഇങ്ങനെ മടയുന്നവർ പറയുന്നുണ്ടല്ലോ, കൈതോലയുണ്ട്. അവർക്കൊരു തൊഴിലായി. അതുകൊണ്ട് ചിങ്ങമാസമാകുമ്പം അവർക്കൊരു തൊഴിലാണ്. അവരെല്ലാം ഇത് കുരിയ വാങ്ങാൻ പോകുമല്ലോ, പൂക്കുരിയ കൊട്ട വാങ്ങാൻ എല്ലാവരും പോകുമല്ലോ. അപ്പോൾ ഓരോ വീട്ടിലും ഇതെന്തായാലും ഉണ്ടാവും പൂക്കുരിയ. പൂരിയാൻ കൊണ്ട് അതിനൊരു ഇങ്ങനെ പിടിക്കാനൊരു ഇതുണ്ടാവും. എടുത്തങ്ങ് പോകും എല്ലാവരും പൂരിയാൻ. ഇപ്പോഴുള്ള കുഞ്ഞൊക്കെ കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ നമ്മൾ. നല്ല അവർക്ക് ഇതെല്ലാം നല്ല തന്നെയായിരിക്കും, സന്തോഷമായിട്ട് പോകും. അവർ നമ്മൾ പഠിപ്പിക്കാതെ കൊണ്ട് ഇപ്പം നമ്മൾ വാങ്ങിയ പൂവല്ലേ ഇടുന്നു എല്ലാവരും. വാങ്ങാനല്ലേ അവർക്കറിയില്ലൂ. പോയിട്ട് വിൽക്കുന്ന പൂ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്ന് ആഘോഷമായിട്ടങ്ങ് ഇട്ടോളുക. നമ്മളെ പറമ്പിലൊന്നുമില്ല പൂ പറിക്കാൻ, അവർക്ക് അറിയില്ലല്ലോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ.